നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ രാമായണ മാസാചരണത്തെക്കുറിച്ചും എഴുത്തച്ഛനെക്കുറിച്ചും നമ്മുടെ വ്യാസപൂർണിമ എന്ന ഗുരുപൂർണിമയെക്കുറിച്ചും വ്യാസപൂർണിമയിൽ എഴുത്തച്ഛനെ കൂടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെ കൂടി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആചരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അങ്ങ് വളരെ വിശദമായി സംസാരിച്ചു. ഇന്നിപ്പോൾ ഈ എഴുത്തച്ഛനിൽ ആരംഭിച്ച നമ്മുടെ ആ ഭാഷാ പാരമ്പര്യം, അത് ഈ അധ്യാത്മരാമായണ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലൂടെ, അതൊരു പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തിലൂടെ അതിങ്ങനെ സഞ്ചരിച്ച് ഇന്നിതാ ഇവിടെ എത്തി നിൽക്കുന്നു. ഇന്നത്തെ മലയാള ഭാഷയുടെ അവസ്ഥയും അതിൻ്റെ അവസ്ഥാന്തരങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞാൽ വലിയ വിവാദങ്ങളുണ്ടാകും, നമുക്ക് വലിയ സങ്കടത്തിന് കാരണമാകും. അപ്പോൾ എങ്കിലും ഈ രാമായണ മാസാചരണത്തിലൂടെ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ഭാഷാ നന്മയിലേക്ക് ഇന്നത്തെ അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്, അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്, ഇതിൻ്റെ ഭാവി എന്തായിരിക്കും? ഞാൻ രാമായണത്തെക്കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത്, മലയാള ഭാഷയെക്കുറിച്ച് കൂടിയാണ്. വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം, അത് തുടങ്ങുന്നത് തന്നെ ബ്രഹ്മോപദേശത്താൽ, ബ്രഹ്മനിർദ്ദേശത്താൽ ശ്രീ നാരദ മഹർഷിയാണ് വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് വിപരീതമായിട്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം അത് ആരംഭിക്കുന്നത് ഉമാമഹേശ്വര സംവാദത്തിലൂടെ. ആ ഉമാ മഹേശ്വരനോട് ചോദിക്കുന്നു ഈ രാമതത്വം എന്താണ്, രാമതാരകം, താരകമന്ത്രമായ രാമൻ. നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിജി അടക്കം പറയുന്ന എന്താ, അസുഖം വരുമ്പോൾ എനിക്ക് ഔഷധം രാമമന്ത്രമാണ്. ആ മന്ത്രത്തിൻ്റെ ശക്തി അത് അധ്യാത്മരാമായണത്തിൽ സാക്ഷാൽ ഉമാപതിയോടാണ് ചോദിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യം അധ്യാത്മരാമായണത്തിലൊരു ഭാഗത്ത് പറയുന്നത്, ചോദിക്കുന്നത്, രാമായണങ്ങൾ പലതും കവിവരം ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനിന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ, പാണീഗ്രഹണമന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. രണ്ട് അധ്യാത്മരാമായണത്തിലെ 8 ശ്ലോകമാണ് ഞാനിവിടെ, 8 വരികളാണ് ഞാനിവിടെ വായിക്കുന്നത്. ഇതൊരു മൂല്യസങ്കല്പം നമുക്ക് തരുന്നുണ്ട്. പ്രണയം, ഭാര്യാഭർത്തൃബന്ധം, അത് വിവാഹത്തോടെ അവസാനിക്കുന്നില്ല, ആരംഭിക്കുകയാണ്. മരണത്തിനെ അതിജീവിക്കാനുള്ള വഴി എന്താണ്, അതാണ് പ്രണയം. അപ്പം നമ്മുടെ മലയാള ഭാഷ ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ മലയാള ഭാഷയുടെ പരിണാമം എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു മലയാള ഭാഷയുടെ ഭാവനാകുബേരനായ കുഞ്ഞിരാമൻ നായർ. കുഞ്ഞിരാമൻ നായരെ കുറിച്ചിട്ടൊരു കവി പാടിയിരിക്കുന്നത്, സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാൾ ആർദ്രത. ഇന്നു വരുന്നു ആ മേഘരൂപൻ്റെ ഗോത്രത്തിൽ പിറന്നവൻ. മേഘരൂപൻ എന്ന് പറഞ്ഞാൽ കാളിദാസ മഹാകവിയാണെന്ന് പറയുന്നുണ്ട്. ആ മേഘരൂപന്റെ ഗോത്രത്തിൽ പിറന്നവൻ, ഏതോ വളകിലുക്കം കെട്ടലയും ഭ്രഷ്ടകാമുകൻ. അങ്ങനെ നമ്മുടെ കവികൾ, അതാണ് മലയാള ഭാഷയിലെ കവികൾ എന്ന് പറയുന്നത്. അധ്യാത്മരാമായണം, അതേപോലെ തന്നെ സംസ്കൃത കാവ്യം, ഇതൊക്കെ പഠിച്ച് അത് ആ കാവ്യം, കവിത എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമൻ നായർ പറയുന്നുണ്ട്, കവിതയാകുന്ന കാമിനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ചവൻ അല്ല, എല്ലാം തുലച്ചവൻ കുഞ്ഞിരാമൻ. ഇങ്ങനെയുള്ളൊരു കാവ്യ സംസ്കാരം നമുക്കുണ്ടായിരുന്നു, ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതിൻ്റെ ഇങ്ങേയറ്റത്താണ് എന്ത്, ചുള്ളിക്കാടും അയ്യപ്പൻ, ചെങ്കനൽ ചൂളയിലെ തിങ്കൾ കലയാണു നീ, ചെങ്കനൽ തീച്ചൂളയിലെ തിങ്കൾ കലയാണു നീ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും വരുന്ന ചോദ്യം എന്താണ്,
പ്രകൃതിയെ വേറിട്ടുണ്ടോ പുരുഷൻ? ഇവിടെ ഭാരതീയ സംസ്കാരത്തിൽ അതിൻ്റെ ഭാഗമായി മലയാള തനിമയിൽ ഇണ ഒരു തുണയായി തീരുക. വെറുമൊരു കമ്പാനിയൻ അല്ല, വെറുമൊരു അത് ഈ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് ഈ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സങ്കല്പത്തിന് നമ്മുടെ ഭാഷയിലും തനിമയിലും നമ്മുടെ സാഹിത്യ സംസ്കാരത്തിലൊക്കെ ഇത്തരത്തിലുള്ള മൗലിക ആശയങ്ങൾക്ക് എന്ത് സ്ഥാനമുണ്ട്? നമ്മുടെ സാഹിത്യം മാറുന്നു, സാഹിത്യം മാറുന്നതോടൊപ്പം സംസ്കാരവും മാറുന്നുണ്ട്. എന്താണ് നമുക്ക് പകർന്നു കിട്ടിയ ഈ പ്രകൃതി പുരുഷ ബന്ധം? ഭഗവത്ഗീതയിലൊക്കെ സാംഖ്യയോഗം, അതിൽ വളരെ സാംഖ്യ ദർശനത്തിലൊക്കെ പ്രകൃതി, അതായത് യോഗം കൂടിച്ചേരുന്നത്, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ചേർച്ചയെക്കുറിച്ചാണ് വിശദീകരിക്കുക. അത് ശ്രീരാമചന്ദ്രൻ തന്നെ ഒരു ഇതിൽ പറയുന്നുണ്ട്, നീ എനിക്ക് ബഹിച്ഛര പ്രാണനാണ്. അതായത് പ്രാണൻ നമ്മുടെ ഉള്ളിൽ, അതിൻ്റെ പുറമേയുള്ള ബഹിസ്ഫുരണമായ ഒരു പ്രാണൻ. ആലോചിച്ച് നോക്കണം. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, ആറ്റിക്കുറിക്കിയ വേദാന്ത സത്താണ് അധ്യാത്മ രാമായണത്തിലുള്ള. ഉള്ളിൽ എന്തോ ഉള്ളത് അതാണ് പുറത്ത് കാണുന്നത്. ഈ സൗന്ദര്യം, ഇപ്പോൾ സൂര്യൻ ഉദിച്ചുകൊണ്ടിരുന്നു, കണ്ണില്ലെങ്കിൽ കാണാൻ പറ്റൂ. അപ്പം അതുപോലെയുള്ള പല സൗന്ദര്യങ്ങൾ, പ്രകൃതിയുടെ സൗന്ദര്യം, അതൊരു പക്ഷേ സൗന്ദര്യലഹരിയേക്കാൾ വളരെ മലയാള മനസ്സിന് ഗുണകരമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് എഴുത്തച്ഛനാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ പ്രണയ സങ്കല്പങ്ങൾ. ആരോ എഴുതിയിട്ടുണ്ട്, ഈ ഘോരരൂപിണികളെ സുന്ദര യക്ഷികളും കിന്നര കന്യകകളുമാക്കി തീർക്കുന്ന എഴുത്തച്ഛൻ്റെ കാവ്യകല. ഇവിടെയാണ് നമ്മുടെ അധ്യാത്മരാമായണം എന്തിനു വായിക്കണം എന്ന് പറയുമ്പോൾ, ഘോരരൂപിണികളെ പോലും സുന്ദര യക്ഷികളും കിന്നര കന്യകളും ആക്കി തീർക്കുന്ന എഴുത്തച്ഛൻ്റെ കാവ്യകല. ഇത് മനസ്സാണല്ലോ തീർക്കുന്നത്. അതെ അതെ, നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ. കവിതയാകുന്ന കാമിനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ചവൻ തുലച്ചവൻ. അതുകൂടാതെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കവി പാടിയിട്ടുണ്ട്, ദുരന്തമായിട്ട് വരുന്നുണ്ട് ചിലരുടെ ജീവിതത്തിൽ. എന്താ, കാൽപ്പനിക കാന്തി കലർന്ന ദുഃഖമാണ് കവിത. അപ്പം കവിതയും ജീവിത യാഥാർത്ഥ്യം, ഇതാണല്ലോ ശ്രീരാമചന്ദ്രനിൽ കൂടെ ഈ ആന്തരിക സംഘർഷം ഏതുള്ളത്. അപ്പം ഇവിടെ കാമമേതാണ്, പ്രേമമേതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അധ്യാത്മരാമായണം വായിച്ചാൽ മതി. ഇപ്പം ശൂർപ്പണഖ കാമത്തോടു കൂടിയാണ് സമീപിച്ചത്, പക്ഷെ സീത സമീപിച്ചത് പ്രേമത്തോടു കൂടിയാണ്. അപ്പം ഇവിടെ മനഃശാസ്ത്രപരമായിട്ട് ഈ ഭക്തിപ്രസ്ഥാനത്തിലൊക്കെ ഉരുതിരിഞ്ഞു വന്ന ഒരു സങ്കല്പം, കാമം മനുഷ്യോന്മുഖമാകുമ്പോൾ രതിയും, കാമം ഈശ്വരോന്മുഖമാകുമ്പോൾ പ്രേമവുമാകുന്നു. ഇത് ആധുനിക മനഃശാസ്ത്രത്തിലൊക്കെ വരുന്നതാണ്. ശരിക്കും രാമായണം മുന്നോട്ട് വെക്കുന്ന, അധ്യാത്മരാമായണം എഴുത്തച്ഛൻ മുന്നോട്ട് വെക്കുന്ന തത്വം സങ്കല്പം. ഇപ്പം ശൂർപ്പണഖ അല്ലെങ്കിൽ രാവണൻ പറയുന്നുണ്ടല്ലോ, സ്വർണമയീ ലങ്ക, സ്വർണം കൊണ്ട് മൂടപ്പെട്ട ഈ ലങ്കയുടെ അധിപനായ, ത്രിഭുവനങ്ങളുടെയും അധിപനായ രാവണൻ്റെ പട്ട മഹർഷിയാകേണ്ടവളാണ് നീ, അല്ലാതെ കാട്ടിൽ അലഞ്ഞു തിരിയുന്ന ആരുടെയെങ്കിലും ആകേണ്ടവളല്ല. എത്ര യുക്തിസഹമായിട്ടാണ് രാവണൻ പറയുന്നത്. അപ്പൊ സീത ചെയ്യുന്നത് എന്താ, ഒരു പൊടി എടുത്തിട്ട് കളയാണ്. നമ്മളുടെ നാട്ടില് ഈ ചലച്ചിത്രങ്ങളിലും എല്ലാത്തിലുള്ള പ്രധാന പ്രമേയം എന്താ, പ്രേമം എന്ന് പറയുന്ന കാമവും തുടർന്ന് വരുന്ന പകയുമാണ്. ഇവിടെ നമ്മുടെ ദൈനംദിന പത്രങ്ങൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രേമം തലയ്ക്ക് അടിച്ചിട്ട് കാമമായി മാറി ഭ്രാന്തനാവുകയാണ് തീരുന്നത്. ഭ്രാന്തമായ ലോകത്തിലേക്ക് അത് ഏറ്റവും വലിയൊരു ലഹരിയാണ്. അപ്പം അതിനെ എങ്ങനെ സംസ്കരിച്ചെടുക്കും? മനുഷ്യ മനസ്സിനെ വിമലീകരിക്കാൻ എന്തോ മാർഗം? അതിനെന്തെങ്കിലും ഔഷധമുണ്ടോ, മരുന്നുണ്ടോ? ആ മരുന്നാണ്
അധ്യാത്മരാമായണം എത്രയോ കാലാകാലങ്ങളായി നമ്മുടെ പാരമ്പര്യം. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങിത് പറയുമ്പോൾ ഇവിടെ ചിലരൊക്കെ പറയുന്നു, ഞാൻ ആൾക്കാരുടെ പേരുകളൊന്നും ഇവിടെ പ്രസക്തമല്ല, ചിലരൊക്കെ പറയുന്നത് ഈ രാമായണ അധ്യാത്മരാമായണം മലയാളികൾ മുഴുവനും വായിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മുഴുവനും ചൊല്ലിയിരുന്നില്ല, ഇവിടെ എഴുത്തും വായനയും പോലും അറിഞ്ഞുകൂടായിരുന്നു ആൾക്കാർക്ക് എന്നൊക്കെയാണ്. അത് ഇത്ര ബാലിശമാണ്. നമ്മളിതൊന്നും എഴുതിയല്ല പഠിച്ചത്, കേട്ട് പഠിച്ചതാണ്. അങ്ങനെ ഒരു വലിയ സത്യം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ മറവി രോഗം നമ്മുടെ പൂർവികർക്കില്ലാതിരുന്നത്. ഈ എഴുതി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മറവി രോഗം വന്നു തുടങ്ങിയത് എന്നൊരു ഡോക്ടർ തമാശ രൂപേണ പറയുന്നത് ഞാനൊരിക്കൽ കേട്ടു. എന്തായാലും ഇരിക്കട്ടെ. പക്ഷേ ഇങ്ങനൊരു വാദമുണ്ട്, രാമായണം ഇവിടെ എല്ലാവരും പഠിച്ചിരുന്നില്ല, പ്രത്യേകിച്ചും ദളിതർ രാമായണം വായിച്ചിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും സാങ്കത്യം? എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരിക്കൽ കുമ്മനം രാജേട്ടനോടൊപ്പം ശബരിമല ആ ഭാഗത്ത് പോയപ്പോൾ മലയരയ സമുദായത്തിൽ ഒരു നിരക്ഷരായ ആൾക്കാർ പോലും വലിയ രാമായണം വായിക്കുന്നു, മുതിർന്ന ആൾക്കാർ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇടയിലൊക്കെ ഉള്ള ഒരു അവരുടേതായ ഒരു തനിമ, ഒരു നിഷ്കളങ്കത, ലാളിത്യം, അത് ഈ ആധുനിക വിദ്യാഭ്യാസം നേടിയെന്നവരുടെ ഇടയിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ അതിപ്പോഴും അത് രംഗനാഥാനന്ദ സ്വാമി പറയുന്ന എന്താണ്, ഇന്റലക്ച്വൽ ജയൻസ് ബട്ട് മോറൽ പിഗ്മീസ്. വളരെ നല്ല ഉദാഹരണം. സ്വാമി പറയുന്ന ആധുനിക വിദ്യാഭ്യാസം കിട്ടി, കൊളോണിയൽ വിദ്യാഭ്യാസം കിട്ടി, അതിനോടൊപ്പം നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു. ഭീമന്മാരാണ്. നമ്മുടെ ആദിവാസി സമൂഹങ്ങളിലോ ഈ പറഞ്ഞ പോലെ മലയരയ സമുദായങ്ങളിലോ സാധാരണക്കാരൻ്റെ അവിടെ കൃഷിവലന്മാർ അവിടെ അതുകൊണ്ടാണ് വള്ളത്തോൾ പാടിയത്, വഞ്ചി കടത്തുകാരൻ, ആ കടത്തുകാരൻ പോലും വഞ്ചിക്കാരൻ പോലും ഈ ദൃശ്യം കണ്ട്. അത് വളരെ മനോഹരമാണ്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ ഉപയോഗിച്ച വാഗ്മയ ചിത്രങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഘോരരൂപിണികളെ പോലും ശിക്ഷിച്ച് രക്ഷിക്കുകയാണ്. അതെ അതെ അതെ, സുന്ദരേക്ഷികളാക്കി മാറ്റുന്ന, കിന്നര കന്യകളുമാക്കി തീർക്കുന്ന ഇത്. അതുപോലെ തന്നെ മനുഷ്യ മനസ്സിലെ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത്, അല്ലാതെ സാഹിത്യം എന്ന് പറഞ്ഞാൽ മനോമാലിന്യ വിസർജനമല്ല, അല്ല, മനോമാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള. അത് ഇടക്കാലത്ത് എന്തുണ്ടായി, ലോകം മുഴുവനും വീശിയ കാറ്റ് അത് പുരോഗമനമാണ്. അത് പുരോഗമനം എന്ന് വെച്ചാൽ പൈതൃകത്തിനെതിരെ ആണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് അധ്യാത്മരാമായണം കാണാപ്പാടെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. അതെ അതെ. MT വാസുദേവൻ നായർ അദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും ഞാൻ കുളിച്ച് അധ്യാത്മരാമായണത്തിലെ ആദ്യത്തെ ഹൃദയമന്ത്രം ചൊല്ലും. വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയ ശീലമാണ്. അപ്പം ആ ശീലം വലിയ സാഹിത്യകാരന്മാർ തൊട്ട് വളരെ ഏറ്റവും താന്ന പടിയിലുള്ള അമ്മമാർ പോലും അത്താഴം കഴിഞ്ഞാൽ ഈ രാമായണം വായിച്ച് കേട്ടുറങ്ങുന്ന ഒരു പൈതൃകം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ പൈതൃകത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഈ പുത്തൻ കൂറ്റുകാർ, അങ്ങനെ വേണം പറയേണ്ട, പുത്തൻ കൂറ്റുകാർ പിന്നെ ഈ രാമായണത്തെ ജാതി കള്ളികൾക്കുള്ളിൽ തളയ്ക്കാൻ ശ്രമിക്കുന്നത്. ഒരു കൂട്ടർക്ക് രാമായണം സ്വീകാര്യമാണ്, മറ്റൊരു കൂട്ടർക്ക് അസ്വീകാര്യമാണ്. ആ വാക്കങ്ങനെ ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് വിവക്ഷ. ഇവരുടെ ബുദ്ധിപരമായ സാമർഥ്യം, പക്ഷെ അതിൻ്റെ പിന്നിൽ എന്ത് സത്യസന്ധതയുണ്ട്. ഇപ്പോൾ ഒരു കൃതിയെ വിമർശിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണ്ടേ. ഇപ്പോൾ കുട്ടിക്കൃഷ്ണമാരാർ അദ്ദേഹം പഠിച്ച് വാൽമീകിയുടെ രാമൻ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വാൽമീകിയുടെ രാമനിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതും ഉത്തരരാമായണം ആണ്. ആ ഉത്തരരാമായണം പ്രക്ഷിപ്തമാണ്, വാൽമീകിയുടേതല്ല എന്ന് പോലും വലിയ പഠനങ്ങളുണ്ട്. പക്ഷെ അതിനെ ആ ഭാഗം പഠിച്ച് കുട്ടിക്കൃഷ്ണമാരാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശ്രീരാമൻ പറയുന്നു സീതയോട്, അതും അഗ്നിശുദ്ധി വരുത്തിയ സീതയോട് പറയുന്നു, നേത്രരോഗിക്ക് ദീപമെന്ന പോലെയാണ് നീ എനിക്ക്. നേത്രരോഗിക്ക് ദീപം എന്ന പോലെ. അപ്പം രോഗം ആർക്കാ? എനിക്കാണ്. നേത്ര ഇതല്ല. അങ്ങനെ കുട്ടിക്കൃഷ്ണമാരാരുടെ രാമൻ വാൽമീകിയുടെ രാമനല്ല. വാൽമീകിയുടെ രാമനെ
പഠിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അഗ്നിവിശുദ്ധി ആർജിച്ച സീതയ്ക്കല്ല രോഗം, ശ്രീരാമചന്ദ്രനാണ് രോഗം. ആ ബുദ്ധി കൂർമ്മത അവസാനം അദ്ദേഹം അത് തിരുത്തേണ്ടി വന്നു. ഇതൊക്കെ വാൽമീകിയുടെ രാമൻ, വാൽമീകിയുടെ വിമർശനാത്മകമായ പഠനങ്ങൾ വരട്ടെ, നമുക്ക് സ്വീകരിക്കാം. അത് ഒടുവിലല്ല, അത് പറഞ്ഞ സന്ദർഭത്തിലാണ് മാരാരെക്കുറിച്ച് ശ്രീരാമനെ പ്രതിക്കൂട്ടിൽ കയറ്റുകയും കർണനു വേണ്ടി സാക്ഷിക്കൂട്ടിൽ കയറുകയും ചെയ്ത മാരാർ. ആ മാരാർ പുരോഗമനത്തിന്റെ പ്രതീകമായി കൊണ്ട് നടന്നു. അദ്ദേഹം കഴിഞ്ഞ് ശരണാഗതി അദ്ദേഹം എഴുതി. ഇവിടെ നമ്മൾ സ്മരിക്കേണ്ട പ്രത്യേകിച്ച് ഈ രാമായണ മാസക്കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കൃതി സിദ്ധിനാഥാനന്ദ സ്വാമികളുടെ ആദ്യ കവിയുടെ ആദർശ പുരുഷൻ. അത് കുട്ടിക്കൃഷ്ണമാരാരുടെ ഈ വാൽമീകിയുടെ രാമൻ ഉള്ളൊരു ഉത്തരമാണ്, മറുപടിയാണ്. ആദ്യ കവിയുടെ ആദർശ പുരുഷൻ. അതിൽ അദ്ദേഹം പറയുന്നത് വേദോക്ത ശാസ്ത്രങ്ങളുടെ സാക്ഷാത്തായ രൂപമാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ അയനം, കഥ, സഞ്ചാരം, അത് നമ്മുടെ സമൂഹത്തിൻ്റെ സാംസ്കാരിക അടിത്തറയാണ്. അതിന് കോട്ടം വരില്ല. ഇനി കോട്ടം വരുത്താൻ ശ്രമിക്കുന്നവർ സ്വയം തകരുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പം ഇതിൽ പലതരത്തിലുള്ള ആൾക്കാരെ അവതരിപ്പിക്കുന്നുണ്ട്. ചാർവാകന്മാർ, ചാരുവാചകന്മാർ, വാക്ക് പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചാരുവാചകന്മാരാണ് ശ്യാമകുമാരന്മാരൊക്കെ. മനസ്സിലായോ? അവര് വളരെ ചാരുവായിട്ടൊക്കെ സംസാരിക്കും. അതെ, അകത്ത് കാമ്പൊന്നുമില്ല. ഇതേ ചാരു രാമായണത്തിലെ ചാർവാകൻ ജാബാലി എന്താണ് ആള് രാമനോട് പറയുന്നുണ്ട്, അല്ല താങ്കൾ എന്തിന് വനവാസത്തിന് പോകണം? അച്ഛനല്ലേ പ്രതിജ്ഞ ചെയ്തത്. അച്ഛൻ അമ്മയുമായിട്ട് വാക്ക് കൊടുത്ത് അവര് തമ്മിൽ ഒരു ആണും പെണ്ണും തമ്മിലുള്ള സംയോഗം അത് അവരുടെ ആനന്ദത്തിന് വേണ്ടിയാണ്. അതിൽ നിന്നുണ്ടായ മകന് വേറെ കർത്തവ്യമൊന്നും ബാധിക്കില്ല. എത്ര മനോഹരമാണ്. അവിടെയാണ് പറയുന്നത് ഉണ്ണുമ്പോ നെയ്യ് കൂട്ടി ഉണ്ണണം, അത് കടം വാങ്ങിയിട്ട് ഉണ്ണണം. എത്ര മനോഹരമായി. ഇതുപോലെയുള്ളതാണ് നമ്മളെ കലികാലത്ത് കേരള മണ്ണിലും കുറെ ഇളയിടന്മാര്, ശ്യാമകുമാരന്മാര്, കവികളുണ്ടല്ലോ. പിന്നെ അതെ, കവിക്കാടുകൾ. അപ്പൊ ഏത് കാലഘട്ടത്തിലും ഇതുണ്ടാകും. രാമായണത്തിൽ ആദ്യം മാരീചൻ, സുബാഹു തുടങ്ങിയ അസുരന്മാരോട് പറയും. അവർക്കും പറ്റാത്തതാണ് താടക, ശൂർപ്പണഖ എന്ന് പറയുന്ന ആൾക്കാർ. നമ്മുടെ നാട്ടിൽ ഈ കാലത്തും ഇല്ലേ സീതാ പരിത്യാഗം, പൂർണ്ണ ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ചത് ശരിയാണോ? രാവണൻ സ്വീകരിക്കുകയല്ലേ ചെയ്തത്, രാമൻ ത്യജിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ വാൽമീകിയുടെ രാമനായാലും എഴുത്തച്ഛൻ്റെ രാമനായാലും പിന്നെ ആശാൻ്റെ സീതയുണ്ട്. പക്ഷെ ആശാൻ്റെ സീതയും പറയുന്നുണ്ടെങ്കിൽ ഒടുവിൽ പറയുന്നുണ്ട്, കനിവാർന്നൊരനുജ പൊറുക്ക ഞാൻ നനയാതോതിയ കൊള്ളിവാക്കുകൾ. ലക്ഷ്മണനോടാണ് പറയുന്നത്. അന്ന് ഈ പറയുന്ന സീതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരൊക്കെ ആ സന്ദർഭത്തിൽ ലക്ഷ്മണനെക്കുറിച്ച് എന്ത് പറയണു? ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ആലോചിക്കണം, വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. പോക്സോ കേസുകളും അതും ഇതും ഒരു സ്ത്രീ വിചാരിച്ചാൽ എത്ര ആരെ വേണമെങ്കിലും നശിപ്പിക്കാം, കൊടുക്കാം. അത് സീത പിന്നീട് അത് ആശാന്റെ സീത, കനിവാർന്നൊരനുജ പൊറുക്ക ഞാൻ നനയാതോതിയ കൊള്ളിവാക്കുകൾ. അവിടെ സീതയോ രാമനോ ഒന്നുമല്ല. അധ്യാത്മരാമായണം ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയുടെ വാചകം, വാക്ക് ഏറ്റവും ഉന്നത നിലയിലിരിക്കുന്ന ഉത്തമനായ ആളെ ഒന്നുമല്ലാതാക്കി തീർക്കും. അപ്പം അത് അങ്ങനൊരു സംസ്കാരം ഏതോ കാലത്ത് നടന്ന കാര്യമാണ്. തങ്ങളുടെ ഇംഗിതം നടക്കുന്നില്ലെങ്കിൽ വിളിച്ചു പറയുന്നത്. വിവാഹാഭ്യർത്ഥന നൽകി പീഡിപ്പിച്ചു. അല്ല, ഈ എന്താണ് ഇതിൻ്റെ? ഇന്ന് നമ്മുടെ നാട്ടിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എന്ന് പത്രം തുടങ്ങിയാൽ, അതായത് വിവാഹാഭ്യർത്ഥന കൊടുത്താൽ പീഡിപ്പിക്കാൻ പറ്റുമോ? അപ്പം ഇവിടെയാണ് നമ്മളെ തുടങ്ങിയത്. ഉമാമഹേശ്വര സംവാദത്തിൽ ജനിച്ചാൽ മരണമുണ്ട്. അപ്പോൾ ഈ മരണത്തിനിടയിലുള്ള
ഈ കാലം. വരികളിൽ വന്നു ചേരുന്ന പ്രണയം. അപ്പം ഇവിടെ ഞാനിപ്പോൾ കുഞ്ഞിരാമൻ നായർ കവി, വള്ളത്തോള്, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ കവികളിൽ കൂടെയും സാഹിത്യകാരന്മാരിൽ കൂടെയാണല്ലോ ഈ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നത്. അതെ അതെ, അടുത്ത തലമുറയിലേക്ക് കടന്നു പോകുന്നത് അങ്ങനെ. ആ പ്രണയ സങ്കല്പങ്ങളും ഇതുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തെ എങ്ങോട്ടേക്ക് എത്തിക്കും? ഇതിനൊരു പരിഹാരം എന്താണ്? അങ്ങനെ ഇതിനുള്ള പോലീസിനും പട്ടാളത്തിനും വിചാരിച്ചാൽ, ഈ അടുത്ത് സംഭവിച്ചത് ഒരു പെൺകുട്ടി പാലത്തിൽ നിന്ന് ചാടാൻ പോവുക. ഭാഗ്യത്തിന് ആൾക്കാരൊക്കെ പിടിച്ചു നിർത്തി പോലീസിനെ വിളിപ്പിച്ചപ്പോൾ ഇവള് കാമുകനോടൊപ്പം ചാടാനാണ് പ്ലാൻ ചെയ്തത്. കാമുകൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ് പാലത്തിൻ്റെ അതിൽ. പോലീസുകാർ വന്നു. അപ്പോൾ ഇവളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോൾ കാമുകൻ ആരാണ് എന്താണെന്ന് ചോദിച്ച് ചെന്നപ്പോൾ അവൻ ബൈക്കിൽ കൂട്ടുകാരോടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ ചെന്ന് ചോദിച്ചു, ഇന്ന പെൺകുട്ടി അറിയാം. അപ്പോഴേക്കും അവൻ ബൈക്ക് അവിടെ പാലത്ത് വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോവാൻ നോക്കി. ഇത്ര നമ്മുടെ ജീവിത മൂല്യങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വന്ന തീരുമാനിച്ചവരാ. പെണ്ണവിടെ കിടന്ന് പാലത്തിൻ്റെ അവിടെ കറങ്ങി നടക്കുക. ഇവൻ കൂട്ടുകാരോടൊത്ത് പോലീസ് വന്ന് പറഞ്ഞപ്പോൾ വേഗം. അപ്പൊ ആത്മഹത്യയോട് പോയി ഇത്ര ലാഘവ ബുദ്ധിയാണ് ഇത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതൊക്കെ നമ്മൾ പറയുന്ന ഇത് പണ്ട് ഏതൊരു പത്രത്തിൽ എഴുതിയെന്ന് പറയണ കേട്ടു. ഇയാൾ ആദ്യമായിട്ടല്ല ആത്മഹത്യ ചെയ്യുന്നത്. അതായത് ആത്മഹത്യാശ്രമം പലതവണ നടത്തിയിട്ടും ഇത് ഇവിടെ ഭാഷാപരമായ നമ്മുടെ മലയാള ഭാഷ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഇങ്ങനെ തന്നെ ഒരു ചൊല്ലുണ്ട്, വിവാഹ കത്തുകളൊക്കെ ഇംഗ്ലീഷിലടിക്കും, ചരമ വാർത്തകളും മലയാളത്തിൽ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും മലയാളം അറിയില്ല എന്ന് പറയുന്ന ഒരു അഭിമാനവും അങ്ങനെയൊക്കെയുള്ള. എന്നാൽ ഞാനിപ്പോൾ കന്യാകുമാരി താമസിക്കുമ്പോൾ ഇപ്പോൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൻ്റെ നേരെയാണ് തിരുവള്ളുവരുടെ പ്രതിമ. ആ തിരുവള്ളുവരുടെയൊക്കെ പ്രതിമ കാണാൻ വരുന്ന തമിഴ് മക്കൾ, അവരുടെ ഒരു അഭിമാനം, ആ ഭാഷയോടുള്ള സ്നേഹം, അവരുടെ അത് നമുക്ക് മലയാള നാട്ടിലുണ്ടോ? തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ അതുപോലും എന്തുകൊണ്ട് ഇങ്ങനെ? എന്നിട്ടും നമ്മൾ അഭിമാനിക്കുന്ന എന്താ? നമ്മൾ പ്രബുദ്ധരാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സ്വന്തം തനിമ നഷ്ടമാക്കുന്ന ഒരു സമൂഹം വേറെ എവിടെയുണ്ട്? ഇപ്പം ഇവിടെ ബംഗാളില് ബംഗ്ലാ ഭാഷ, അതിൽ നിന്നാണ് പ്രാദേശിക ഭാഷാദിനം വരുന്നത്. അതായത് ബംഗ്ലാദേശ് വിപ്ലവ സമയത്തിന് അനുബന്ധിച്ച് ബംഗാളി ഭാഷയ്ക്ക് പകരം ഉറുദു ഭാഷ വെച്ചു. ഇതാണ് ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് തന്നെ കാരണം. അമർ സോന ബംഗ്ല, രവീന്ദ്രനാഥ ടാഗോർ പാടിയതാണ്. ഈ രവീന്ദ്രനാഥ ടാഗോർ ആദ്യം എഴുതുന്ന സംഗീത നാടകം ഏതാണെന്ന് അറിയോ? വാൽമീകി പ്രതിഭ. അപ്പോൾ വാൽമീകിയിൽ നിന്നും വ്യാസനിൽ നിന്നും ഒക്കെ പ്രേരണ ഉൾക്കൊണ്ട് എഴുത്തച്ഛൻ, ആ എഴുത്തച്ഛൻ എഴുതിയ അതും കിളിപ്പാട്ടിലൂടെ ഒരു പുതിയ കാവ്യ സമ്പ്രദായം പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവന്നു. അതായത് ഈ ഒരു സംസ്കാര സവിശേഷം, അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഈ രാമായണ മാസത്തിലൂടെ മനസ്സിലാക്കി അതിനനുസൃതമായ കാര്യപരിപാടികൾ നടത്തേണ്ടതല്ലേ? വെറും അമ്പലമുറ്റത്ത് രാമായണം ഒരു ആചാരം പോലെ വായിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അലമാരയിൽ ഇരിക്കേണ്ട ഒരു അലങ്കാര വസ്തുവല്ല രാമായണവും ഭഗവത്ഗീതയും. ഇന്നത്തെ പുതിയതായി വരുന്ന സമൂഹത്തിന് ഒരു ദിശാബോധം കൊടുക്കേണ്ട ഗ്രന്ഥങ്ങളാണിത്. പോലീസിനെ പട്ടാളത്തെ കൊണ്ടൊന്നും സാധിക്കില്ല. ഒരു മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം പോലുള്ള കൃതികൾ നമ്മൾ പഠിച്ച് പ്രചരിപ്പിക്കണം. അതെ. നമസ്കാരം. നന്ദി. നമസ്കാരം.